ഹലോ ഇറ്റ്സ് മീ തഫ്സീറ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീട്ടിൽ ഞാൻ കാണിക്കുന്നത് ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുള്ളൊരു ഫ്ലവറാണ്. അപ്പോൾ എൻ്റെ അടുത്തുള്ളത് അത്യാവശ്യം നല്ല കട്ടിയുള്ള ഒരു ടിഷ്യൂ ആണ്. നിങ്ങളുടെ അടുത്ത് ഏതാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതെടുക്കുക. ഇനി നമുക്ക് 6 സെൻറ്റിമീറ്റർ ഹൈറ്റും വിഡ്ത്ത് 4 സെൻറ്റിമീറ്റർ ഉള്ളൊരു പീസ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അതുപോലെ അളന്നിട്ട് എടുക്കണം. അപ്പോൾ ഞാൻ കുറച്ചധികം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഞാൻ അങ്ങനെ വിളവളാന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാണെന്നില്ല. അപ്പോൾ താഴേക്ക്, അതായത് ഹൈറ്റ് 6 സെൻറ്റിമീറ്റർ എടുത്തിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെ ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം 4 സെൻറ്റിമീറ്റർ എടുത്ത് വെച്ചിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വരുമ്പോഴത്തേക്കും പിന്നെ അതിൻ്റെ 2 ഭാഗവും കട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് കുറച്ചധികം പീസുകൾ കിട്ടുമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 4 സെൻറ്റിമീറ്റർ വിഡ്ത്തും 6 സെൻറ്റിമീറ്റർ ഹൈറ്റുള്ള രീതിയിൽ കട്ട് ചെയ്തിട്ട് അങ്ങനെ കുറച്ചധികം പീസ് എടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ എളുപ്പമണി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത്. അങ്ങനെ ഇത് ഞാൻ കുറച്ചധികം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യുക. ഒരു പീസ് എടുക്കുക, അത് സെൻറ്റർ ഫോൾഡ് ചെയ്യുക. അതിനുശേഷം വീഡിയോയിൽ കാണുന്ന പോലെ കട്ട് ചെയ്യുക. നമ്മൾ ഫ്ലേവറിൻ്റെ പെറ്റലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ പെറ്റൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലൊരു ഒറിജിനൽ ലുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ 2 സൈഡിൽ ഇതുപോലെ ഒരു ഈർക്കിൾ എന്തെങ്കിലും സ്റ്റിക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതവിടെ ഇങ്ങനെ ഫോൾഡായി നിന്നോളും. 2 ഭാഗവും അങ്ങനെ ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ റോസ് ഫ്ലവറിൻ്റെ പെറ്റൽ റെഡി ആയിട്ടുണ്ട്. നല്ല ക്യൂട്ടായിട്ടുണ്ട് കാണാനായിട്ട്. അങ്ങനെ ഇത് എല്ലാ പീസും ഞാൻ പെറ്റിലാക്കി എടുത്തിട്ടുണ്ട്. നല്ല ലുക്ക് ഉണ്ട് കേട്ടോ കാണാനായിട്ട്. ഇനി നമുക്ക് ഒരു പീസ് എടുക്കുക, ഒരു പെറ്റിലെടുക്കുക, അതിന്മേൽ ഫെവിഗോൾ അപ്ലൈ ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഈർക്കിളി സെൻറ്ററിൽ വെച്ച് കൊടുക്കുക. കുറച്ച് മുകൾക്ക് കയറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് അതിൻ്റെ ഉള്ളിലുള്ള പെറ്റിലായതുകൊണ്ട്, അതായത് ഫസ്റ്റത്തെ പെറ്റിലായതുകൊണ്ട് തന്നെ അതുപോലെ നമുക്ക് റോൾ ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. ഈ ഈർക്കിളി ഒന്നും കാണരുത്. അപ്പോൾ അതിനനുസരിച്ച് ഇതുപോലെ ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത പെറ്റിലെടുക്കുക, ആദ്യമേ ഫെവിഗോൾ അപ്ലൈ ചെയ്യുക. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ഒട്ടിച്ച് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇങ്ങനെ ഈർക്കിളിമ പറ്റിച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കരുത്. ഇനി അടുത്ത പെറ്റിലെടുക്കുക, ആ പെറ്റലിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വെച്ച് കൊടുക്കുക. കണ്ടില്ലേ? പിന്നെ അതിൻ്റെ 2 സൈഡിലും ആയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇനി ഞാൻ അങ്ങനെ പറയുന്നില്ല കേട്ടോ, ജസ്റ്റ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അങ്ങനെ ഇത് ഇത്രയും ആയിട്ടുണ്ട്. ഇനി ഞാൻ ഫുള്ളായിട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ നമ്മുടെ എല്ലാ പെറ്റിലും ഇതിൽ ആഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫ്ലവർ കണ്ടില്ലേ, നല്ല വൈറ്റ് റോസ് ആയിട്ടുണ്ടല്ലേ, നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഒറിജിനൽ ലുക്കാണ് കേട്ടോ. ഇനി നമുക്ക് സ്റ്റെം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്രീൻ ടാപ്പാണ് എടുത്തിട്ടുള്ളത്. അതിന്മേൽ ഫെവിഗോൾ അപ്ലൈ ചെയ്യുക. എന്നിട്ട് സ്റ്റെമ്മിൽ ചുറ്റി കൊടുക്കുക. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് പെയിൻറ്റ് ചെയ്യാം കേട്ടോ. ഗ്രീൻ ടാപ്പ് ഇല്ലയെന്നുണ്ടെങ്കിൽ പെയിൻറ്റ് ചെയ്യാം. അങ്ങനെ സ്റ്റെമ്മും ഫ്ലവറും റെഡി ആയിട്ടുണ്ട്. ഇനി എന്താ വേണ്ടതെന്നുള്ളത് നമുക്കറിയാലോ. അപ്പോൾ ഗ്രീൻ A4 ഷീറ്റ് എടുക്കുക, ജസ്റ്റ് ഫോൾഡ് ചെയ്യുക, ഒരു ലീഫിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് എടുക്കുക. ഓക്കെ. അപ്പോൾ നമ്മുടെ ഫ്ലവർ അത്യാവശ്യം നല്ല വലിപ്പമുള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ മീഡിയം സൈസിലൊക്കെ ലീഫ് കട്ട് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് അതിൻ്റെ എൻഡിലൊക്കെ ജസ്റ്റ് കട്ടിങ് കൊടുക്കണം. ഈ റോസ് ഫ്ലവറിൻ്റെ ഒക്കെ എൻഡിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ, ചെറിയൊരു കട്ടിങ് പോലെ, അതുപോലെ വരുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ കട്ടിങ് കൊടുത്ത ഭാഗത്തൊക്കെ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ ഒരു ഒറിജിനൽ ലുക്ക് ഒന്നും കൂടെ കിട്ടും. അത് നിവർത്തി കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ ലാസ്റ്റ് എൻഡിൽ നമുക്ക് ഈ കത്രിക യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ലീഫ് റെഡി ആയിട്ടുണ്ട്. 2 ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യുക. ഇതുപോലൊരു ഗ്രീൻ A4 ഷീറ്റിൻ്റെ പീസ് എടുക്കുക, അതിൽ വീഡിയോയിൽ കാണുന്ന പോലെ വരച്ചു കൊടുക്കുക, കട്ട് ചെയ്തിട്ട് എടുക്കുക.
അതിനെന്ത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സെൻറ്റർ ഇതുപോലെ ഒന്ന് ഹോൾ ഉണ്ടാക്കി കൊടുക്കുക. ആ ഹോളിൻ്റെ ചുറ്റിനും ഇതുപോലെ ഫെവിക്കോൾ അപ്ലൈ ചെയ്യുക. നമ്മുടെ സ്റ്റെം അതിലേക്ക് ഇറക്കി കൊടുക്കുക. മുകൾ വശത്തേക്ക് ഈ സംഭവം ആക്കി കൊടുക്കുക. ഇനി നമുക്ക് ലീഫ് ആഡ് ചെയ്യാം. ലീഫും ഫെവിക്കോൾ അപ്ലൈ ചെയ്യുക. സ്റ്റെമ്മും അറേഞ്ച് ചെയ്ത് വെക്കുക. അങ്ങനെ ലീഫൊക്കെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഞാനിവിടെ സാപ്പ് ഗ്രീനാണ് എടുത്തിട്ടുള്ളത്, അക്രിലിക് പെയിൻറ്റ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ലീഫിൻ്റെ താഴെ ഭാഗത്തൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. കാരണം അവിടെ നല്ല ഒട്ടിച്ചത് അറിയുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഭാഗത്ത് നമ്മുടെ ഗ്രീൻ ടാപ്പിൻ്റെ കളർ തന്നെ കൊടുത്താൽ ആ സ്റ്റെമ്മ് നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് നിൽക്കും. ഇനി ഞാൻ ആ ഒരു ലീഫും ഒക്കെ ജസ്റ്റ് ഇതുപോലെ ആ ഒരു സാപ്പ് ഗ്രീൻ വെച്ചിട്ട് വെയിനൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം. അങ്ങനെ നമ്മുടെ ഒരു ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഇത് ഞാൻ ഒരു ഫ്ലവറും കൂടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ടില്ലേ, 2 ഫ്ലവറാണ്. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. അത് എങ്ങനെയാണ് ഇതിൻ്റെ സംഭവം പറഞ്ഞറിയിക്കേണ്ടതെന്ന് അറിയില്ല. അത്രയും ക്യൂട്ടാണ് അതിൻ്റെ ഫ്ലവർ. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. ഇങ്ങനെ കുറേ ഉണ്ടാക്കിയിട്ട് നല്ല അടിപൊളി ഫ്ലവർ വേസിലൊക്കെ വെച്ച് കൊടുത്താൽ ഒറിജിനൽ ലുക്കായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ടിഷ്യൂ വെച്ചിട്ടുള്ള ഫ്ലവർ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും എന്തായാലും ട്രൈ ചെയ്യാം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ചാനൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കണുകൾ പ്രസ് ചെയ്യുക കേട്ടോ. എന്നാലാണ് പുതിയ വീഡിയോസ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഓക്കെ, ഇൻഷാ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ.